കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ അന്നയുടെ വീട്ടിലേക്ക് വന്നതാണ്. അന്നയ്ക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ജാക്കറ്റ് ഒക്കെ മാറി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ദാ അവർ ഏവമോക്ക് വേണ്ടി ഒരു ബോളും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അന്ന അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന വരുന്നവരെ അന്നയുടെ പൂച്ചക്കുട്ടന്മാരും ഒത്ത് പുതിയ പന്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏവക്കുട്ടൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ചകൾ എങ്ങോട്ടോ ഓടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെയിന്റ് അടിക്കാനായി കുറെ കളർ പെൻസിലും പേപ്പറും ഒക്കെ എടുത്തു കൊടുത്തു. പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദാ അന്ന എത്തി. കണ്ടപാടെ രണ്ടുപേരും ദാ കെട്ടിപ്പിടുത്തോ ഉമ്മ കൊടുക്കലും ഒക്കെ. കൊണ്ടുവന്ന ചോക്ലേറ്റ് അന്നയ്ക്ക് കൊടുത്തു. പിന്നെ ദേ അന്നയും മൊത്തമായി പടം വരാം. ദാ വിനോദ് ചെയ്ത് എങ്ങനെയുണ്ട്? ദാ നോക്ക്, ഏവമോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും കുട്ടികളാവും. ഇത് കണ്ടപ്പോ കുട്ടിക്കാലത്ത് ടയർ വെച്ചിട്ട് വണ്ടി ഓടിച്ച ഓർമ്മ. ഇന്നിപ്പോ ഇത് വെച്ച് ദാ ഏവമോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ഇനിയിപ്പം നമുക്ക് അന്നമോളുടെ കുറച്ച് ജിംനാസ്റ്റിക് പ്രകടനങ്ങൾ കൂടി കാണാം. വാവ്, അന്നയുടെ ഇത്തരം പ്രകടനങ്ങളൊക്കെ ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, തലകുത്തി നിന്ന് കൈകൊണ്ട് നടന്നു വരുന്നു. നെക്സ്റ്റ് ഐറ്റം കുറച്ചുകൂടി വെറൈറ്റി ആണ്. അതായത് ഇതാ ബോഡി ഫുള്ള് ബെൻഡ് ചെയ്തിട്ട് റാ പോലെ ആക്കിയിട്ടാണ് ഇപ്പൊ നടന്നു വരുന്നത്. ഭാവിയിൽ ഒരു അത്ലറ്റ് ആവാനാണ് അന്നമ്മോക്ക് ആഗ്രഹം.